പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 മെയ് മാസം 12-ാം തീയതി ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. കൈകളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ്, കരങ്ങളെ വീശിക്കൊണ്ട് സ്തോത്രം പറഞ്ഞ്, സ്തോത്രമപ്പ 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 സ്തോത്രം സ്തോത്രം സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം നമ്മളെ അനുഗ്രഹിച്ചില്ലേ? എത്ര ശ്രേഷ്ഠമായിട്ട് കർത്താവ് സൂക്ഷിച്ചു. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണർത്തിയതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്നതിന് കർത്താവിന് സ്തോത്രം പറഞ്ഞ്, കർത്താവ് നമ്മളെ കൈ പിടിച്ച് പകൽക്കാലം നടത്തുന്നത് ഓർത്ത് വിശ്വാസക്കണ്ണാൽ ആമേൻ, ദൈവിക ജ്ഞാനത്തിൽ, ദൈവിക ബുദ്ധിയിൽ, കർത്താവിൻ്റെ പരിജ്ഞാനത്തിൽ ഈ പകൽക്കാലം നടത്തുന്നത് ഓർത്ത് സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ്, ഞങ്ങളോടുള്ള അങ്ങയുടെ ദയ വലുതാകിയാൽ സ്തോത്രം, സ്നേഹം വലുതാകിയാൽ സ്തോത്രം, വാത്സല്യം വലുതാകിയാൽ സ്തോത്രം. 92-ാം സങ്കീർത്തനം പറയുന്നു, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവേ അങ്ങയുടെ നാമത്തെ കീർത്തിക്കുന്നതും 10 കമ്പിയുള്ള വാദിത്രം കൊണ്ടും വീണ കൊണ്ടും ഗംഭീരസ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ കർത്താവിൻ്റെ ദയയും രാത്രി തോറും കർത്താവിൻ്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നത് നല്ലത്. സ്തോത്രം. ഒന്നുകൂടെ വായിക്കാം, 1 മുതൽ 3 വരെയുള്ള ഭാഗങ്ങൾ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവേ അങ്ങയുടെ നാമത്തെ കീർത്തിക്കുന്നതും 10 കമ്പിയുള്ള വാദിത്രം കൊണ്ടും വീണ കൊണ്ടും ഗംഭീരസ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ കർത്താവിൻ്റെ ദയയും രാത്രി തോറും കർത്താവിൻ്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നതും നല്ലത്. ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ ദയയെ വർണ്ണിക്കുവാൻ, വിശ്വസ്തതയെ വർണ്ണിക്കുവാൻ കർത്താവ് നമ്മളെ ഉണർത്തിയിരിക്കുകയാണ്. ആമേൻ. അനേകരോട് ഇന്ന് പൽക്കാലം കർത്താവിൻ്റെ ദയയെക്കുറിച്ചും വിശ്വസ്തതയെക്കുറിച്ചും പറയുക. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഘോഷിക്കുക. അടങ്ങിയിരിക്കരുത്, മൗനമായിരിക്കരുത്. കർത്താവ് നിങ്ങൾക്കൊരു ചെറിയ സൗഖ്യം തന്നിട്ടുണ്ടെങ്കിൽ അതുപോലും പറയാൻ മടിക്കരുത്. കർത്താവ് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ, കർത്താവ് നടത്തിയ വിധങ്ങൾ, കർത്താവ് സൂക്ഷിച്ച വിധങ്ങൾ എല്ലാത്തിനും നന്ദി പറയുക മാത്രമല്ല, മറ്റുള്ളവരോട് കർത്താവിൻ്റെ ആ മഹിമയെക്കുറിച്ച് ഘോഷിക്കാൻ പഠിക്കണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തു പരിപാലിച്ചല്ലോ, സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നല്ലോ, സ്തോത്രം. ആരോഗ്യത്തോടെ ഉണർത്തിയല്ലോ, സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് ഞങ്ങളെ കൈപിടിച്ച് അത്ഭുതമായി നടത്തുകയും ഞങ്ങൾ ചെല്ലുന്നിടത്തൊക്കെ അങ്ങയുടെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്നതിനായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും വ്യക്തിപരമായി അനുഗ്രഹിക്കുന്നു. അവരുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളിൽ കർത്താവെ, അവർ പല വിഷയങ്ങളിൽ ഭാരപ്പെടുന്നുണ്ടാകാം. ഇന്ന് അവരുടെ വ്യക്തിപരമായ ചില പ്രാർത്ഥനാ വിഷയങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ അത്ഭുതം സംഭവിക്കട്ടെ. ഇന്നിപ്പോൾ തന്നെ അത്ഭുതം സംഭവിക്കട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. പൈശാചിക ശക്തികൾ അവരെ വിട്ടുമാറട്ടെ. പൂർണ്ണ സ്വാതന്ത്ര്യം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വപ്നങ്ങളിലൂടെ ആമേൻ ആമേൻ മനസ്സ് വേദനിക്കുന്നവർ സ്വപ്നങ്ങൾ കാണുന്നു, ആഗ്രഹിക്കാത്ത സ്വപ്നങ്ങൾ, ആമേൻ ദുർസ്വപ്നങ്ങൾ കണ്ട് ഭയപ്പെടുന്നു, നിരാശപ്പെടുന്നു. അങ്ങനെയുള്ള അനുഭവങ്ങളിൽ നിന്നും യേശുവിൻ്റെ നാമത്തിൽ പുറത്തു വരട്ടെ. സ്വർഗീയമായ സ്വപ്നങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവേ, രോഗികളെ ഇപ്പോൾ തന്നെ സൗഖ്യമാക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗാത്മാവ്, രോഗത്തിൻ്റെ ശക്തി വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. പരിപൂർണ സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. എല്ലാ ഡൈജസ്റ്റീവ് ബുദ്ധിമുട്ടുകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അതുപോലെ പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ രോഗത്തിനും നമുക്ക് നല്ല വൈദ്യനാണ്. ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത സൗഖ്യം നടക്കട്ടെ. രോഗത്താൽ ഭാരപ്പെടുന്നവർ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് വലിയ പ്രവൃത്തി ഈ മാസം ചെയ്യുന്നതിന് സ്തോത്രം. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ വിടുവിക്കണം. അവർക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കുന്നതിന് സ്തോത്രം ചെയ്തു. എല്ലാ നാമത്തിലും മേലായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ജനത്തെ ബ്ലസ് ചെയ്യുന്നു. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. നമുക്ക് 1-2 കാര്യങ്ങളോട് പ്രാർത്ഥിക്കാം. ലോകത്തെമ്പാടുന്ന സഭായോഗം നടക്കുക. പ്രാർത്ഥിച്ചാൽ കർത്താവ് എല്ലായിടത്തും വലിയ ദൈവ പ്രവൃത്തി നടക്കണം. എല്ലാ അഭിഷക്തന്മാരെയും ഉപയോഗിക്കണം. ദൈവജനത്തെ സൂക്ഷിക്കണം. എല്ലായിടത്തും അവർക്ക് ആവശ്യമായ സംരക്ഷണം കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കണം. ആമേൻ. ഹല്ലേലൂയ. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്, നമുക്ക് നാളെ വൈകിട്ട് കർത്താവ് അനുവദിച്ചാൽ മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ്, നാളത്തെ സ്പെഷ്യൽ മീറ്റിംഗ് ഏറ്റവും ബ്ലസ്ഡ് ആയിത്തീരണം. ഏറ്റവും അധികം ആളുകൾ പങ്കെടുക്കണം. അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹവും ആശ്വാസവും വിടുതലുമായി മാറണം.
കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്നതിന് സ്തോത്രം. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എക്സാംസ് എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ട്, പുതിയ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി തയ്യാറാകുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെയും ഞങ്ങൾ അങ്ങനെ കൈതരുന്നു. ഏത് വഴിയാണ് നല്ലതെന്നുള്ളത് കർത്താവ് തിരഞ്ഞെടുത്ത് കൊടുക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കൂടെ ഇരിക്കട്ടെ. ആമേൻ. കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കട്ടെ. ശ്രദ്ധിക്കാം. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം വായിക്കാം. എക്സോഡസ് ചാപ്റ്റർ നമ്പർ 6:8. അവിടെ പറയുക, ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകുമെന്ന് സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോയി അത് നിങ്ങൾക്ക് ഞാൻ അവകാശമായി തരും. എന്തോ പറഞ്ഞ്, ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകുമെന്ന് സത്യം ചെയ്ത ദേശത്തെ നിങ്ങളെ കൊണ്ടുപോയി അത് നിങ്ങൾക്ക് ഞാൻ അവകാശമായി തരും. അപ്പം ഇന്നത്തെ മെസ്സേജിൻ്റെ ടോപ്പിക് അല്ലെങ്കിൽ ടൈറ്റിൽ എന്ന് പറയുന്നത്, നമ്മുടെ ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ, ആമേൻ, കർത്താവിൻ്റെ വാഗ്ദത്തത്തിന് യാതൊരു മാറ്റവും വരത്തില്ല. ആ വാഗ്ദത്തം നിശ്ചയമായി നമ്മുടെ ലൈഫിൽ നിറവേറും. ആ വാഗ്ദത്തം പ്രാപിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യത്തിൻ്റെ ഭാഗമാണ്. ആമേൻ. കർത്താവ് എല്ലാ വാഗ്ദത്തങ്ങളിലും കർത്താവ് വിശ്വസ്തനാണ്. ആമേൻ. അപ്പം ദൈവവചനത്തിലൂടെയോ അല്ലെങ്കിൽ നമുക്ക് പല രീതിയിൽ വാഗ്ദത്തങ്ങൾ ലഭിക്കാറുണ്ട്. ചിലപ്പം കർത്താവിൻ്റെ ദാസന്മാർ ശുശ്രൂഷിക്കുമ്പോൾ നമുക്ക് വാഗ്ദത്തങ്ങൾ ലഭിക്കും. ചിലപ്പോൾ നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് വാഗ്ദത്തങ്ങൾ ലഭിക്കും. നമ്മളൊരു പക്ഷേ കർത്താവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ദൈവിക വാഗ്ദത്തങ്ങൾ നമുക്ക് ലഭിക്കും. ഒരുപക്ഷെ സഭായോഗത്തിൽ പങ്കെടുക്കുമ്പോൾ ലഭിക്കുന്ന വാഗ്ദത്തങ്ങൾ ദൈവത്തിൽ നിന്നുള്ള ഏത് വാഗ്ദത്വവും അത് നിറവേറും. ഒരു വാഗ്ദത്തം പോലും വൃഥാവായി പോകത്തില്ല, വേസ്റ്റായി പോകത്തില്ല. ചിലപ്പോൾ അതിനുവേണ്ടി കുറച്ച് കാലങ്ങളൊക്കെ നമ്മൾ കാത്തിരിക്കേണ്ട വന്നാലും ഹല്ലേലൂയ, വാഗ്ദത്തത്തിൻ്റെ നിവർത്തി ഉണ്ടാകും. അത് നമ്മൾ മറന്നു പോകരുത്. പലപ്പോഴും നമുക്ക് പറ്റുന്ന പരാജയമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്ന് വാഗ്ദത്തം കേട്ടു, ഒരു സ്തോത്രമൊക്കെ പറഞ്ഞു, പിന്നെ നമ്മൾ അതങ്ങ് മറക്കും. നമ്മൾ അതിനെക്കുറിച്ച് പിന്നീട് ഓർക്കാറില്ല. അങ്ങനെ ആകരുത്. വാഗ്ദത്തം അല്ലെങ്കിൽ കുറച്ച് ദിവസം നമ്മൾ ആ വാഗ്ദത്തത്തെക്കുറിച്ച് ഓർക്കും, കുറച്ച് ദിവസം നമ്മൾ പ്രാർത്ഥിക്കും. അങ്ങനെ ആകരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്താൻ കഴിയത്തില്ല. എന്നാൽ നമുക്ക് ദൈവം തന്ന വാഗ്ദത്തത്തെ എന്നും ഓർക്കണം. സ്തോത്രം. എന്നിട്ട് അതിനായിട്ട് നമ്മൾ എന്നും സ്തോത്രം പറയണം. ആ വാഗ്ദത്തത്തെ നമ്മൾ എല്ലാ ദിവസവും ഏറ്റുപറയണം. അതിനായിട്ട് നമ്മൾ സ്തോത്രം പറയണം. അത് എത്ര താമസിച്ചാലും വരുമെന്ന് ഹബക്കൂക്കിൻ്റെ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നു. എബ്രായ ലേഖനത്തിൽ പറഞ്ഞു, വാഗ്ദത്തം നിവർത്തീകരിക്കുന്നവ നമ്മൾ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലായിരിക്കും. അല്ലാതെ മന്ദിച്ചു പോകരുത്, മറന്നു പോകരുത്, മൗനമായിരിക്കരുത്. നടക്കുമോ നടക്കത്തില്ല ആർക്കറിയാം. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരരുത്. ദൈവം പറഞ്ഞാൽ അത് നടന്നിരിക്കും. ദൈവശബ്ദമാണോ അത് നിശ്ചയമായിട്ടും നടക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കേട്ട വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കാൻ പഠിക്കണം. കേട്ട വാഗ്ദത്തത്തെ ഓർത്ത് സ്തോത്രം പറയണം. കേട്ട വാഗ്ദത്തത്തെ നമ്മൾ നിരന്തരം വാതുറന്ന് പറയണം. കേട്ട വാഗ്ദത്തത്തെ നമ്മളെ സ്നേഹിക്കുന്നവരുമായി പങ്കുവെച്ചിട്ട് ആ വാഗ്ദത്തം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. കേട്ട വാഗ്ദത്തം നമ്മളെ സ്നേഹിക്കുന്നവരുണ്ട്. ഈ അസൂയുള്ളവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, വിശ്വാസമില്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുമായിട്ട് ഒരേ ആത്മാവിൽ പോകുന്നവരുണ്ട്. ഈ ചിലർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല, അവരൊക്കെ ചർച്ച വരുന്നുണ്ടാകാം, വാഗ്ദത്തങ്ങൾക്കൊക്കെ അതൊന്നും അവരെ സംബന്ധിച്ച് അത് ബാധകമല്ല. പക്ഷേ ദൈവിക വാഗ്ദത്തം കേട്ട ഞാനും നിങ്ങളും അത് വിശ്വസിക്കുന്നവരുമായി പങ്കുവെക്കണം. എന്നിട്ട് അന്യോന്യം പറഞ്ഞ് ഹൃദയത്തിന് ചൂട് പിടിപ്പിക്കണം. എന്നിട്ട് വീണ്ടും ആ വാഗ്ദത്തത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. അതുമാത്രമല്ല, നിങ്ങളുടെ ഭവനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നിങ്ങളോടുള്ള ദൈവിക വാഗ്ദത്തങ്ങളെ പറയണം. എന്നിട്ട് കുടുംബത്തിനകത്തിരുന്ന് ദൈവത്തിന് സ്തോത്രം പറയണം. ഇതെല്ലാം വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണത്തിന് കാരണമാകും. പലപ്പോഴും പറ്റുന്ന എന്നാന്ന് ചോദിച്ചാൽ മറന്നു പോകുന്നു, ഇത് കൺഫസ് ചെയ്യത്തില്ല, സ്തോത്രം പറയത്തില്ല, ആദ്യം കുറച്ച് ദിവസം മാത്രം ഓർത്തിരിക്കും, പിന്നെ അടുത്ത വാഗ്ദത്തം വരാൻ വേണ്ടി കാത്തിരിക്കും. അങ്ങനെ ആകല്ല. കേൾക്കുന്ന വാഗ്ദത്തങ്ങൾ എഴുതി വെക്കാൻ പഠിക്കണം. എന്നിട്ട് അത് വായിച്ച് കർത്താവിന് സ്തോത്രം പറയണം. കേട്ടോ, ഇന്ന് പൽക്കാലം കർത്താവ് നിങ്ങളുടെ വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കട്ടെ. നിങ്ങൾക്ക് വ്യക്തിപരമായി തന്ന വാഗ്ദത്തം ഉണ്ടാകാം, കുടുംബമായി തന്ന വാഗ്ദത്തം ഉണ്ടാകാം, നിങ്ങളുടെ ദേശത്തോട് തന്ന വാഗ്ദത്തം ഉണ്ടാകാം, നിങ്ങളുടെ സഭയോട് തന്ന വാഗ്ദത്തം ഉണ്ടാകാം. ഇതെല്ലാം നിറവേറ്റപ്പെടുന്ന ഒരു സീസണായി മാറട്ടെ. വാഗ്ദത്തത്തിൽ ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിന് വാക്കുമാറാൻ കഴിയത്തില്ല. നിശ്ചയമായും വാഗ്ദത്തം നിറവേറുക തന്നെ ചെയ്യും. ഒരു ഇരുമ്പ് തൂണ് അതിനേക്കാളും ബലമാണ് വാഗ്ദത്തം. അതുകൊണ്ട് ഉറച്ചു നിൽക്കുക. കേട്ടോ, വിശ്വസിക്കുക, ഏറ്റുപറയുക, കാത്തിരിക്കുക, ഡിസ്കസ് ചെയ്യുക, പിന്നെയും വിശ്വസിക്കുക, സ്തോത്രം പറയുക, വീണ്ടും പറയുക. വാഗ്ദത്തം നിശ്ചയമായി വരും. കേട്ടോ, കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീരപ്രവൃത്തികൾ നടക്കും. നമ്മൾ വിശാലമാകും, ഉയർച്ച പ്രാപിക്കും. എല്ലാവർക്കും ഭയമായി മാറും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.